അലൈൻമെന്റിൽ നിന്നും മാറി ഓട നിർമ്മാണം പണി തടസ്സപ്പെടുത്തിയതിനും പരസ്യമായി ജോർജ് ജോസഫിനെതിരെ നിലപാടെടുത്തതിനും കെ ശ്രീധരൻ അന്നു പറഞ്ഞ കാരണം ഇതായിരുന്നു. എന്നാൽ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ കെ ശ്രീധരൻ കാലുമാറി. അലൈൻമെന്റ് എന്നാൽ എന്താണെന്ന് പോലും അറിയില്ലെന്നായിരുന്നു വിശദീകരണം. ഈ അലൈൻമെന്റ് എന്നൊക്കെ പറഞ്ഞാൽ അത് നമ്മളെ പേരിപ്പെടുത്തുന്ന പറയുന്നത്. അത് ഞാൻ എഞ്ചിനീയർ അല്ല, പഠിച്ചിട്ടുമില്ല. ഞാൻ അതുകൊണ്ട് അതിന്റെ DPR എന്താണെന്ന് നോക്കിയിട്ടില്ല, അലൈൻമെന്റ് നോക്കിയിട്ടില്ല. വിഷയങ്ങൾക്ക് തുടക്കമിട്ട ആളെന്ന നിലയിൽ മറ്റൊന്നുകൂടി പറഞ്ഞാണ് പഞ്ചായത്ത് പ്രസിഡന്റ് അവസാനിപ്പിച്ചത്. അതേപോലെ റോഡിന്റെ അലൈൻമെന്റും അതേപോലെ തന്നെ DPR അത് എഞ്ചിനീയർമാർ വെച്ച് അളന്ന് നാട്ടിൽ ജനങ്ങളെ ബോധ്യപ്പെടുന്നു. ഈ വിഷയം അവസാനിക്കാൻ സെക്രട്ടറി പറഞ്ഞു നോക്കാം. വഴിയോരത്തെ പുറമ്പോക്ക് കയ്യേറിയവർ ആരാണെന്ന് സർവേ പൂർത്തിയാകുമ്പോൾ ബോധ്യമാകുമെന്ന് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസിനെ പരാമർശിച്ച് ജില്ലാ സെക്രട്ടറി. ഈ അളവ് പൂർത്തീകരിക്കുന്നതിനോടുകൂടി ഇവിടുത്തെ ഈ പുറമ്പോക്ക് കൈവശപ്പെടുത്തിയിരിക്കുന്ന കള്ളന്മാർ ആരാണെന്ന് ഈ നാട്ടിലെ ജനങ്ങൾ മനസ്സിലാക്കുകയും അവരുടെ കഴുത്തിൽ ചെണ്ട കൊട്ടി കൊടുമണ്ണുകാർ കൊണ്ടു നടക്കുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. വിവാദം കൈവിട്ടുപോയ പശ്ചാത്തലത്തിൽ സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശം കണക്കിലെടുത്താണ് പാർട്ടി ഇവിടെ രാഷ്ട്രീയ വിശദീകരണ യോഗം വിളിച്ചത്. ഓട വിഷയത്തിൽ വിവാദം സൃഷ്ടിച്ച കെ ശ്രീധരനെ കൊണ്ട് തെറ്റുപറ്റിയെന്ന് പറയാതെ പറയിപ്പിക്കാനും ഇവിടെ പാർട്ടിക്ക് കഴിഞ്ഞു. ചുരുക്കത്തിൽ ഓട നിർമ്മാണത്തിനെതിരെ കൊടിപിടിച്ച ശ്രീധരൻ പാർട്ടിക്ക് മുന്നിൽ അത് താഴ്ത്തിക്കെട്ടുകയാണ്. ഒപ്പം നിന്നയാൾ പാർട്ടിക്കൊപ്പം ചേരുമ്പോൾ ഇവിടെ ഇനി സമരത്തിന് കോൺഗ്രസ് തനിച്ചാണ്. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.